ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച മാവേലിക്കര താലൂക്ക് ഓഫീസ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 55 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 55 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. മാവേലിക്കര താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ പരിധി വർദ്ധിക്കുകയാണ്. അതിനാൽ വിപുലമായ സൗകര്യങ്ങൾ ഓഫീസിന് ആവശ്യമായിരുന്നു. 10,000-ലധികം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ലൈബ്രറി അടക്കമുള്ള സൗകര്യങ്ങൾ മാവേലിക്കര താലൂക്ക് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. ഭൂരഹിതരില്ലാത്ത കേരളം ഈ സർക്കാരിന്റെ സ്വപ്നമായിരുന്നു. ഇതിന്റെ ഭാഗമായി 4,56,000-ലധികം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെമ്പാടും നടത്തുന്ന വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ധാരാളം പദ്ധതികളാണ് മാവേലിക്കര മണ്ഡലത്തിലുണ്ട്. തൊട്ടു മുമ്പ് റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ കല്ലിടിയിൽ നമ്മൾ കഴിഞ്ഞിട്ടാണ് ഇത് കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. നമ്മുടെ രാഷ്ട്രീയമൊക്കെ പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ PW റോഡുകളൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആശുപത്രികളൊക്കെ വലിയ ഉന്നത നിലയിലേക്ക് പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറുമ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറുമ്പോൾ വലിയ തരത്തിലുള്ള മാറ്റമാണ് കേരളത്തിൽ വരുന്നത്. രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന അത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ പരിണതഫലമാണ്. ഇവിടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇങ്ങനെ മാറിയ വില്ലേജ് ഓഫീസുകളുടെ വാടകയുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസം നേരത്തെ ഉണ്ടായിരുന്നു. ആ പ്രയാസം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യത്യാസമായി സ്വാഭാവികമായി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ പണം മാവേലിക്കര മുനിസിപ്പാലിറ്റിക്ക് തീർച്ചയായും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് എന്നുള്ളതാണ്. 10 വർഷമായി കേരളത്തിൽ സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ മുന്നേറ്റമാണ് മാവേലിക്കര മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും രാജ്യത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഇന്ന് കേരളമാണ് മുന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കരയിലെ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്ന പുതിയ താലൂക്ക് ഓഫീസ് ആധുനിക നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ 5.20 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനും റവന്യൂ വകുപ്പ് അനുവദിച്ച 61 ലക്ഷം രൂപ ഓഫീസ് ഫർണിച്ചറുകൾക്കും വിനിയോഗിച്ചാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ MS അരുൺകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, മാവേലിക്കര നഗരസഭാ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ്, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മധുസൂദനൻ, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C അനു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീല രവീന്ദ്രൻ ഉണ്ണിത്താൻ, പ്രിയ വിനോദ്, രാജേഷ് കുമാർ, S ശോഭന, ADM ആശ C എബ്രഹാം, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.